നാം മനസ്സിലാക്കുക, ഹലാൽ എന്ന പദം അനുവദനീയമായത് എന്നതാണ് അതിനർത്ഥം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഏറ്റവും സരളവും മനോഹരവുമാണ് ഹലാൽ എന്ന പ്രയോഗം. ഹലാൽ എന്ന് ഉച്ചരിക്കാൻ കുറഞ്ഞ അക്ഷരവും സരളമായ വായുസഞ്ചാരവും ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന് ആശയത്തെ അവതരിപ്പിക്കാൻ കഴിയുന്നതോടൊപ്പം അനുവദനീയം എന്ന് പറയപ്പെടുന്ന കട്ടിയുള്ള അക്ഷരങ്ങൾ ഉച്ചരിച്ച് ഒരാൾ പ്രയാസപ്പെടുന്നതിനേക്കാളും വളരെ എളുപ്പവുമാണ്. ആ പദം അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ് പരിശുദ്ധ ഖുർആനിലൂടെ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തത്. മതഭേദമന്യേ എല്ലാവരും അംഗീകരിക്കുന്ന ഒരുപാട് വാക്കുകളുടെ കൂട്ടത്തിൽ ഒരു വാക്കാണിത്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ധാരാളം സംസ്കാരങ്ങളും ഭാഷകളും അതുപോലെ തന്നെ ചരിത്രങ്ങളും സൃഷ്ടിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം. നമ്മുടെ ജീവിത പരിസരങ്ങളിൽ അതിന് ധാരാളം ഉദാഹരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. സൗഹാർദ്ദത്തിനും ഐക്യത്തിനും മാനവ സ്നേഹത്തിനും ഇന്ത്യ ഒരു കളിത്തൊട്ടിലായതുപോലെ ലോകത്തെ എവിടെയും നമുക്ക് ഒരു രാജ്യത്തെയും കാണാൻ കഴിയില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ചില വാക്കുകളുടെ പിന്നാമ്പുറത്തിലേക്ക് അന്വേഷിച്ചു പോയാൽ ഈ വാക്കുകൾ എന്തുകൊണ്ട് നമ്മുടെ വായിൽ, നമ്മുടെ ഭാഷയിൽ, നമ്മുടെ ഉച്ചാരണത്തിൽ വന്നു എന്നതിന്റെ ചരിത്രത്തെ അന്വേഷിച്ചു പോയാൽ പ്രത്യേകമായ ഭാഷകളിലേക്കും സംസ്കാരങ്ങളിലേക്കും ഓരോ രാജ്യങ്ങളിൽ നിലനിന്നിരുന്ന നാഗരികതകളിലേക്കും ഇതെല്ലാം ഇറങ്ങിച്ചെല്ലുന്നു എന്നുള്ളതാണ് സത്യം. ഉദാഹരണമായി നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പദമാണ് അരി എന്നുള്ളത്. നമ്മൾ ഭക്ഷണമായി ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് അരി. യഥാർത്ഥത്തിൽ ഈ പേര് തന്നെ വന്നത് എങ്ങനെയാണ്? ഇത് മലയാളത്തിൽ വന്നത് സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടം മുതൽക്ക് കൃഷി ഭൂമിയിൽ ഉണ്ട് എന്നതാണ് നമ്മുടെ പ്രമാണങ്ങൾ പറയുന്നത്. മനുഷ്യകുലത്തിന്റെ തുടക്കം മുതൽക്കേ കൃഷി ഉണ്ടെങ്കിൽ അരി എന്ന പദത്തെ അരി എന്ന് വിളിക്കാൻ ആരാണ് പഠിപ്പിച്ചത്? നമ്മുടെ ജീവിതത്തിൽ ഇത്രയും ബന്ധമുള്ള ഒരു ആഹാരം വേറെ ഇല്ലല്ലോ. അരി എന്ന വാക്ക് അത് ചൈന ഭാഷയിൽ നിന്നോ അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷയിൽ നിന്നോ നിഷ്പന്നമായതാണ് എന്നതാണ് ഭാഷാശാസ്ത്രം പറയുന്നത്. അല്ലെങ്കിൽ അറബി എന്ന പ്രാകൃത ഭാഷയായ പുരാതന ഭാഷയായ പ്രാചീന ഭാഷയായ അറബി ഭാഷയിലെ അൽ അറൂസ് എന്ന വാക്കിൽ നിന്നാണ് അരി എന്നത് രൂപപ്പെട്ടതെന്ന് പറയുന്നു. അൽ അറൂസിൽ നിന്നും നിഷ്പന്നമായതാണ് റൈസ് എന്നറിയപ്പെടുന്ന ഇംഗ്ലീഷ് ഭാഷയിൽ അരിയെ സൂചിപ്പിക്കുന്ന പദം പോലും. ഇങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ അരിശി എന്ന് 2000 വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് കണക്കാക്കപ്പെടുന്ന തമിഴ് ഭാഷയിൽ ഉപയോഗിക്കുന്ന അരിശി എന്ന പദത്തിൽ നിന്നാണ് അരി നിഷ്പന്നമായത് എന്നും പറയുന്നു. ഇങ്ങനെ ഓരോ പദങ്ങളെടുത്തു നോക്കിയാൽ ആ പദങ്ങൾക്ക് ചിലപ്പോൾ ചില മതങ്ങളായി ബന്ധമുണ്ടാവും, ചിലപ്പോൾ ചില പ്രദേശങ്ങളായി ബന്ധമുണ്ടാവും. ചരിത്രത്തിന്റെ ഇന്നലകളിലെ വലിയ സംഭവങ്ങളുമായും സംസ്കാരങ്ങളുമായും പല നാടുകളിലുള്ള സംസ്കൃതിയുമായും നാഗരികതയുമായും ഒക്കെ ബന്ധമുണ്ടാവും. കാരണം മനുഷ്യ ജീവിതം എല്ലായിടങ്ങളിലും ഒരു വലിയ സഞ്ചാരം സൃഷ്ടിക്കുന്നുണ്ട് എന്നതാണ് അതിന്റെ പിന്നിലുള്ളത്. പിന്നെ മറ്റൊരു പദമാണ് ഇഞ്ചി. ഇഞ്ചി എന്ന പദം തന്നെ പ്രാകൃത ഭാഷ എന്നറിയപ്പെടുന്ന ഏകദേശം നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം 3 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ ബന്ധമുള്ള 3000 കൊല്ലത്തിലധികം നമ്മുടെ നാടുമായി ബന്ധമുള്ള ഒരു സംസ്കാരമാണ് ബുദ്ധമത സംസ്കാരം. ആ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്ന പാലി ഭാഷയിലെ ഒരു പ്രയോഗമാണ് സിംജി എന്നത്. സിംജിയിൽ നിന്നാണ് ഇഞ്ചി ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു. ഇത് ഭക്ഷണത്തിൽ മാത്രമല്ല, ഈ പറയപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങളിൽ മാത്രമല്ല, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മറ്റൊരു ഭക്ഷണമാണ്, ആഹാരമാണ് പുട്ട് എന്ന് പറയപ്പെടുന്ന. മലപ്പുറം ഭാഗത്തേക്ക് എന്നാൽ പിട്ട് എന്ന് പറയും. പിഠ എന്ന് പറയുന്ന സംസ്കൃത ഭാഷയിൽ നിന്നാണ് ഈ പറയപ്പെട്ട ഭക്ഷണം ഉണ്ടായിട്ടുള്ളത്. എന്ന് വെച്ച് നമ്മളെല്ലാവരും അതൊരു ആര്യവരേണ ഭക്ഷണമാണെന്ന് പറഞ്ഞ് ഒഴിവാക്കാറില്ല. എന്തിനാണ് ഈ ആഹാരത്തിൽ പോലും വർഗീയതയുടെ വർണ്ണം കാണുന്നു എന്നത് മനുഷ്യർ മുഴുവൻ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും നമ്മുടെ അടുക്കള വിഭവങ്ങളിലേക്ക് കയറിയാൽ നമുക്ക് ധാരാളം പ്രയോഗങ്ങൾ മറ്റു സംസ്കാരങ്ങളിൽ നിന്നും മതങ്ങളിൽ നിന്നും കടന്നു വന്ന ഭാഷയെ കടമെടുത്ത ധാരാളം പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത് അടുക്കള വിഭവങ്ങളിലോ ആഹാര പദാർത്ഥങ്ങളിലോ മാത്രമല്ല, നമ്മുടെ നാടുകളിലെ ചില പ്രത്യേകമായ പ്രദേശങ്ങൾ പോലും ചില മതങ്ങളോട് ചേർന്ന് നിൽക്കുന്നുണ്ടാകും. അതുപോലെ തന്നെ ചില സംസ്കാരങ്ങളോട്. ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെട്ട ഒരു സ്ഥലമാണല്ലോ ഡൽഹിയിലെ നിസാമുദ്ദീൻ. ഒരു മഹാനായ വലിയന്റെ ഒരു സൂഫിയുടെ പേരിനോട് ചേർന്ന് നിൽക്കുന്നു. അതുപോലെ തന്നെ ധാരാളം സ്ഥലങ്ങൾ, എന്തിനേറെ പള്ളി നട എന്ന് പറയുന്നത് പോലും, അല്ലെങ്കിൽ പള്ളിക്കവല, പള്ളിമുക്ക്, ഇതൊക്കെ ഏതെങ്കിലും ഒരു സംസ്കാരത്തോടോ മതത്തോടോ ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ആർക്കും ഇവിടെ വൈരാഗ്യമോ വിദ്വേഷമോ ഉണ്ടാവാറില്ല. പിന്നെ
ഇങ്ങനെയുള്ള അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളാണ് ഖറാറ്, അറബി പദമാണിത്. അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ് ബാക്കി, ശേഷിക്കുന്നത് എന്ന അർത്ഥം വരുന്ന ബാക്കി, അറബി പദമാണ് ഇതൊക്കെ. തഹ്സീൽദാർ, ഇതൊക്കെ അറബി പ്രയോഗങ്ങളാണ്. ഇതിലൊന്നും ഒരു ഇസ്ലാമിക വർഗീയത കാണേണ്ടതില്ല. അങ്ങനെ പറയാനാണെങ്കിൽ മലയാള ഭാഷയിൽ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. എല്ലാം മറ്റു ഭാഷകളിൽ നിന്നും കടമെടുത്തതാണ്. ആഘോഷങ്ങളുടെയും അതുപോലെ തന്നെ വിശേഷപ്പെട്ട ദിവസങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണമായ ബിരിയാണി പോലും, അതുപോലും ഒരു ഇസ്ലാമികമായ സംസ്കാരത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭക്ഷണമാണ്. അച്ചാറ്, സാധാരണ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം അച്ചാറ്. എവിടെ നിന്നാണ് ആ ഭക്ഷണത്തിന് അങ്ങനത്തെ ഒരു പേര് കൊടുത്തത്? അതിനൊരു മലയാളം എന്ന് പറയാൻ പറ്റുമോ? ശരിയായ അർത്ഥത്തിൽ ചിന്തിച്ചാൽ അച്ചാറ് എന്ന് പറയുന്ന പ്രയോഗം തന്നെ പേർഷ്യൻ ഭാഷയിൽ നിന്ന് വന്നതാണ്. ബിരിയാണിയുടെ അടിസ്ഥാനം നമ്മൾ അന്വേഷിച്ചാൽ ആഘോഷങ്ങളിലെ വിശേഷ ഭക്ഷണമായ ബിരിയാണി അത് പേർഷ്യയിൽ നിന്നും അഫ്ഗാനിസ്ഥാൻ വഴി അറബ് കച്ചവടക്കാരും ഭരണാധികാരികൾ മുഖേനയാണ് ഇന്ത്യയിൽ വരുന്നത്. ഏകദേശം AD 2-ാം നൂറ്റാണ്ടിൽ തന്നെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ബിരിയാണി എന്ന് പറയുന്ന ഭക്ഷണം കാണപ്പെടുന്നുണ്ട്. അങ്ങനെ ചിന്തിച്ചാൽ ഏറ്റവും വലിയ പോഷക മൂല്യമുള്ള ഭക്ഷണമായാണ് ബിരിയാണിയെ കണക്കാക്കപ്പെട്ടിരുന്നത്. 2-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ ചില നാട്ടുരാജ്യങ്ങളിൽ നടന്നിട്ടുള്ള യുദ്ധങ്ങളിൽ ഭടന്മാർക്ക് പോഷകമൂല്യമുള്ള ആഹാരം കൊടുത്ത് അവരെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി അന്ന് ഉപയോഗിച്ചിരുന്ന ഭക്ഷണം ബിരിയാണിയാണ് എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഈ പദം തന്നെ ബിരിയൻ എന്ന പാർസി പദമാണ്. പേർഷ്യക്കാരുടെ ഭക്ഷണമാണെങ്കിലും ഈ ഭക്ഷണത്തിന്റെ നാമകരണത്തിൽ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. ഇത് പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം, ഇത് പാർസിയിലെ പേർഷ്യൻ ഭാഷയെ പാർസി ഭാഷയിലെ ബിരിയൻ എന്ന് പറയുന്ന പ്രയോഗത്തിൽ നിന്നാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ വേവിക്കുന്നതിന് മുമ്പ് വറുത്തെടുത്തത് എന്നാണ് ബിരിയൻ എന്ന വാക്കിനർത്ഥം. വേവിക്കുന്നതിന് മുമ്പ് വറുത്തെടുത്തത്. സാധാരണ ബിരിയാണിയുടെ അടിസ്ഥാനം അതിന്റെ ചരിത്രങ്ങൾ പറയുന്ന ഗ്രന്ഥങ്ങൾ തന്നെ പറയുന്നത് ആ കാലഘട്ടത്തിൽ ബിരിയാണി എന്ന് പറയുന്ന ഭക്ഷണം അടിസ്ഥാനപ്പെടുത്തിയിരുന്നത് അരിയാണല്ലോ അതിന് ഉപയോഗിക്കുന്നത്. അരി കഴുകാതെ നെയ്യിൽ വറുത്തെടുക്കുക എന്ന രീതി ആയിരുന്നത് കൊണ്ടാണ് ബിരിയൻ എന്ന പ്രയോഗം പാർസി ഭാഷയിൽ ഈ ഭക്ഷണത്തോട് ചേർന്ന് നിന്നത്. എന്റെ മുന്നിൽ ധാരാളം പാചകക്കാരുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഏതായാലും ഭക്ഷണത്തിൽ ഹലാലും ഹറാമും സ്റ്റിക്കർ ഒട്ടിക്കലും മാത്രമല്ല, അതൊരു ദൗത്യമാണ് എന്നതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. നമ്മൾ എന്തിനാണ് കേരളത്തിൽ ഈ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ എത്ര കണ്ട് മുസ്ലിം സമൂഹം വലിയ ഉത്തരവാദിത്തമുള്ളവരായി മാറുന്നത് ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ മുമ്പ് ജോലി ചെയ്ത മഹലിൽ അവിടെ അറവ് നടക്കുന്നുവെങ്കിൽ ആ അറവശാലകളിൽ മുഴുവനും മഹൽ സെക്രട്ടറി ചെന്ന് ബന്ധപ്പെട്ട് ആരാണ് അവിടെ മൃഗത്തെ അറുക്കേണ്ടത് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കും. ഒരു മാസം എത്ര മൃഗത്തെ ഇവിടെ അറുത്തു എന്ന കണക്ക് ചോദിക്കും. എന്താ കാരണം? അത് നിസ്കാരമുള്ള 5 വഖത്ത് പള്ളിയിൽ വാങ്ക് വിളിക്കുന്നവൻ തന്നെയാവണമെന്ന് ആ നാട്ടുകാർ ഒത്തുചേർന്ന് അവിടെ പ്രഖ്യാപിച്ചതാ. അവിടെ അറവശാല നടത്തുന്നവർ മുസ്ലിമീങ്ങൾ മാത്രമല്ല. കാരണം ഓരോ സംസ്കാരത്തിന്റെയും നല്ല ഭാഗങ്ങൾ ജീവിതത്തോട് ചേർത്ത് വെക്കുക എന്നത് മനുഷ്യനാണോ അവരുടെ ഉള്ളിൽ തോന്നുന്ന ഒരു കൊതിയാണ്, ഒരു മോഹമാണ്. നന്മ ആഗ്രഹിക്കുന്നവരൊക്കെ അങ്ങനെയാ ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിൽ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വലിയ വൃത്തിയും ശുദ്ധിയും അതുപോലെ തന്നെ പ്രത്യേക ശൈലിയും നമ്മൾ കാണുന്നുണ്ട്. കേരളം വിട്ടാൽ നല്ല ഭക്ഷണം ഇല്ല എന്ന് പറയപ്പെടുന്ന സ്വഭാവമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇസ്ലാം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രത്യേകമായി തന്നെ ഇടപെടുന്നുണ്ട്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ ദീനിൽ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വലിയ ഇടപെടൽ തന്നെയുണ്ട്. ഹലാൽ എന്ന പ്രയോഗത്തിന്റെ നിർബന്ധിതമായ അവസ്ഥയെ എടുത്തു കാണിക്കുന്നത് പരിശുദ്ധ ഇസ്ലാമിന്റെ സംസ്കാരമാണെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജന്മ അവകാശമാണ്. നല്ല ഭക്ഷണം, സമീകൃത ആഹാരം, പോഷക മൂല്യങ്ങളുള്ള ഭക്ഷണം ഇത് ജനങ്ങളിൽ എത്തിക്കണം എന്നത് ഐക്യരാഷ്ട്രസഭ ഏറ്റെടുത്തിരിക്കുന്ന കാര്യമാണ്. തികച്ചും മാനുഷികമായ അവകാശമാണിത്, നല്ല ഭക്ഷണം കിട്ടുക എന്നത്. അപ്പോഴാണ് ചില വിവരമില്ലാത്തവര് ഇവിടെ നല്ലത് ഞങ്ങൾ വിൽക്കുന്നില്ല, നല്ലതല്ല ഞങ്ങൾ കൊടുക്കുന്നത് എന്ന് ഏറ്റവും വലിയ വിഡ്ഢിത്തരം എഴുതി വെണ്ടക്ക അക്ഷരത്തിൽ അത് വെച്ച് വിളമ്പുമ്പോ അവിടെ അവരറിയാത്ത പല ഭക്ഷണ പദാർത്ഥത്തിലും ഹലാൽ എന്ന സ്റ്റിക്കർ ഉണ്ട് എന്നത് അവരും അറിയാതെ പോവുകയാണ്. അപ്പോൾ നല്ല ഭക്ഷണം കഴിക്കുക എന്നത് ഒരു മനുഷ്യന്റെ അവകാശമാണ്. നല്ലതാവണം എന്നുള്ളത്, ഹലാല് പൂർണ്ണമായും ബോധ്യപ്പെടണം എന്നുള്ളത്
മറ്റു ഇസ്ലാമിക രാജ്യങ്ങളിൽ നിയമമാണ്, അതിനുവേണ്ടി പ്രത്യേക അതോറിറ്റി തന്നെ ഉണ്ട് എന്നതാണ് വസ്തുത. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തും നാട്ടിലും അങ്ങനെ അതിനുവേണ്ടി പ്രത്യേക അന്വേഷണ വിഭാഗങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു സ്റ്റിക്കർ വർക്കിൽ ഒരു കച്ചവടമാണ് ഇവിടെ നടത്തപ്പെടുന്നത്. അതിൽ പോലും വർഗീയത കാണുന്നുവെങ്കിൽ മനുഷ്യൻ എത്ര തരം താഴ്ന്ന അവസ്ഥയിലാണുള്ളത് നമുക്ക് പൂർണ്ണമായും ബോധ്യമുണ്ട്. പന്നിയിറച്ചി വിൽക്കുന്ന കച്ചവടത്തിൽ പോലും, അത്തരം ഹോട്ടലുകളിൽ പോലും ഹലാൽ എന്ന് എഴുതി വെച്ചിരിക്കുന്ന ബോർഡുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ അവർ തരുന്ന ഭക്ഷണത്തിന്റെ മെനുവിൽ ഏറ്റവും മുകളിൽ ഒരു റെഡ് കളറിൽ തന്നെ ഹലാൽ എന്ന് എഴുതിയിട്ട് താഴേക്ക് കൊടുക്കുന്നതിൽ പന്നിയുടെ മാംസവും വിഭവങ്ങളിൽ ചേർത്ത് വെച്ചത് മനുഷ്യന്റെ കച്ചവട താല്പര്യം മാത്രമാണെന്ന ബോധ്യത്തോടുകൂടെ തന്നെയാണ് ഹലാൽ എന്ന പ്രയോഗം നമ്മുടെ നാട്ടിൽ എത്ര പ്രായോഗികമാണ് എന്നതിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരായിട്ടുള്ളത്. അല്ലാഹു തആല എല്ലാവരുടെയും ഇടയിലെ സ്നേഹ സൗഹാർദ്ദങ്ങൾ നിലനിർത്തി തരട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇസ്ലാം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ഭക്ഷണം കഴിക്കൽ ഇബാദത്താണ്. ഭക്ഷണം കഴിക്കൽ ഇബാദത്താണ്. അള്ളാഹുവിന്റെ ദീൻ ഭക്ഷണം കഴിക്കൽ ഇബാദത്താണെന്ന് പറയുന്നു. അത്രത്തോളം അതിന് ഒരു ആരാധനയുടെ പവിത്രത കൽപ്പിക്കുന്നു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്ന് കുടിക്കുന്നവനെ തടഞ്ഞിട്ടുണ്ട്. നിന്ന് കുടിക്കരുതെന്നാ പറഞ്ഞിട്ടുള്ളത്. നിന്ന് കുടിക്കൽ അപരാധമാണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സഹാബി ചോദിച്ചു, നബിയെ, അപ്പോൾ നിന്ന് തിന്നലോ? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിന്ന് കുടിക്കുന്നതിനേക്കാളും ഷർറ് കൂടുതൽ നിന്ന് തിന്നലിലാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ ഒരു ആരാധനാ പ്രാധാന്യത്തോടുകൂടെ ഇസ്ലാം ഇടപെടുന്നുവെങ്കിൽ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ അത് ആർക്കും മാതൃകയാക്കാവുന്നതാണ്. ഒരാൾ ഒരു നല്ല കാര്യം പറയുമ്പോൾ അത് നന്മയാണെന്ന് ബോധ്യമുള്ളവർ, നന്മയാണെന്ന് മനസ്സിലാക്കുന്നവർ സ്വാഭാവികമായും ആ കാര്യത്തിൽ ഒരു പഠനം നടത്തിയവരോ അല്ലെങ്കിൽ പൊതുവെ വിവരമുള്ളവരോ ആയിരിക്കും. അവരതിനെ അനുധാവനം ചെയ്യും. വിവരമുള്ളവരെ മറ്റുള്ളവർ അനുകരിക്കും. വിവരമില്ലായ്മയെ എല്ലാവരും അനുകരിക്കണം എന്ന് വാശി പിടിക്കുന്നത് തികച്ചും ഫാസിസമാണ്. അള്ളാഹുവിന്റെ ദീൻ ഭക്ഷണം കഴിക്കലും ഭക്ഷണത്തോടുള്ളതായ ഇടപഴകലും ഇതെല്ലാം പുണ്യമായി കാണുന്ന ഒരു മതമാണ്. കഴിഞ്ഞ ആഴ്ച നമ്മളൊരു ഹദീസ് പറഞ്ഞിരുന്നു. അടുക്കളയിൽ പാചകത്തിന്റെ നേരത്ത് ഒരു പെണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന നടത്തത്തിന് നിയ്യത്ത് വെച്ചില്ലെങ്കിൽ പോലും ആ നടത്തത്തിന് പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിട്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ സ്വഹാബികൾ വന്ന് പറഞ്ഞത്, നബിയെ, ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു ആത്മതൃപ്തി വരുന്നില്ല, വയറ് നിറയുന്നതിന്റെ കൂടെ മനസ്സ് നിറയുന്നില്ല എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഫജ്തമിഉ അലാ തുആമിക്കും, നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണ സമയത്ത് എല്ലാവരും ഒരുമിച്ചിരിക്കണം. മാത്രവുമല്ല വദ്കുറുസ്മല്ലാഹ്, അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് നിങ്ങൾ തുടങ്ങണം. ഒരുമിച്ച് കൂടുക, റബ്ബിന്റെ നാമം ഉച്ചരിച്ച് തുടങ്ങുക എന്ന് പറയപ്പെടുന്ന ഒരു കർമ്മത്തിനാണ് ഇപ്പൊ നമ്മൾ ഇവിടെ കൂടിയത്. അതായത് നിസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്നു, മറ്റു പല കർമ്മങ്ങളും നമ്മൾ കൂട്ടമായി നിർവഹിക്കുന്നു. അതിന്റെ കൂടെ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുന്നു. അതേ പ്രാധാന്യം തന്നെയാണ് ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിൽ സ്വഹാബത്തിന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ എല്ലാവരും ഭക്ഷണത്തലികയുടെ മുന്നിൽ ഒരുമിച്ച് സംഗമിക്കുക, നിങ്ങൾ അല്ലാഹുവിന്റെ നാമം ഉച്ചരിക്കുക, എന്നാൽ യുബാറക് ലക്കും ഫീ, ഭക്ഷണത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയോടത്ത് നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു പുണ്യകർമ്മമാണ്. അൻ ഉമർ ഇബ്നു സലീം റളിയല്ലാഹു അൻഹു قال لي رسول الله صلى الله عليه وسلم كل بيمينك ومما يليك. വളരെ ചെറുപ്രായത്തിലുള്ള മഹാനായ അംർ ഇബ്നു അബീ സലമ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരു ചെറുപ്രായക്കാരനോട് പോലും ഈ വിഷയത്തിൽ അല്ലാഹുവിന്റെ ദീൻ ഇടപെടാണ്. ഇടത്തെ കൈക്ക് ഭക്ഷണം വാരി തിന്നുന്ന പ്രായത്തിലുള്ള ഒരു കുഞ്ഞ് പിന്നീട് സ്വഹാബിയായി വലിയ മനുഷ്യനായി വന്നപ്പോ തന്റെ ബാല്യത്തിലെ ശൈശവത്തിലെ കാര്യത്തെ ഓർത്തുകൊണ്ട് പറയാണ്, അന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ തൊട്ടടുത്തുണ്ട്. ഞാൻ ഭക്ഷണം കഴിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, മോനെ, നിന്റെ തൊട്ട് മുന്നിലുള്ള ഭാഗത്ത് നിന്ന് കഴിച്ചു തുടങ്ങണം, കഴിക്കേണ്ടത് വലത് കൈകൊണ്ടാവണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പുണ്യകർമ്മമാണ്.
ഭക്ഷണം കഴിക്കുക എന്നത് മാത്രവുമല്ല, അല്ലാഹുവിന്റെ സ്വർഗലോകം ഒന്ന് വന്നു ചേരണേ എന്ന് കാത്തിരിക്കുന്നത് 4 വിഭാഗത്തെയാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിൽ പോവാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്, സ്വർഗത്തിലേക്ക് ഒന്ന് വന്നാ മതി എന്ന് സ്വർഗം ആഗ്രഹിക്കുന്നവർ 4 വിഭാഗമാ. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലേക്ക് വന്നാൽ മതിയെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നവൻ. അല്ലാഹു ആ 4 വിഭാഗത്തിലും നമ്മെ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല. അതിൽ 4ാമത്തെ വിഭാഗം വമുത്ഇമുൽ ജീആൻ, വിഷണ്ണിതനായി വരുന്നവന്റെ ഉദരം നിറയെ വിശപ്പ് മാറ്റും വിധം അവന് ഭക്ഷണം കൊടുക്കുന്നവൻ. സ്വർഗത്തിലേക്കൊന്ന് വന്നാലോ എന്ന് സ്വർഗം കൊതിക്കുകയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഭക്ഷണം കഴിക്കുന്നത് പുണ്യം, കഴിപ്പിക്കുന്നത് അതിലേറെ പുണ്യം. ഒരു പ്രവാചക ദൗത്യം പോലും കാന അബൽലിഫാൻ, വിരുന്നുകാരുടെ പിതാവ് എന്നറിയപ്പെടാൻ ഒരു പ്രവാചക ദൗത്യം പോലും അല്ലാഹു ഈ ഭൂമിക്ക് അനുഗ്രഹമാക്കിയിരുന്നു. സയ്യിദുനാ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാം. അപ്പൊ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ ഈ സമുദായത്തിന് പ്രത്യേക താല്പര്യമുണ്ട്. ഒന്നുകൂടി പറയാം, ഈ സമുദായമുള്ളത് കൊണ്ടാണ് നല്ല ഭക്ഷണം കഴിക്കാൻ കുറച്ചൊക്കെ കഴിയുന്നത്. നിങ്ങൾ ഹോട്ടൽ ഉടമകളുടെ ഇടയിലെ ഒരു സർവേ ഒന്ന് നടത്തി നോക്കൂ, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായത്തെ ഒന്ന് ശേഖരിച്ചു നോക്കൂ, ഒരു യാത്രയിലൂടെ മാത്രം. മിക്കവാറും ഹോട്ടലിൽ വിറ്റഴിക്കപ്പെടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്നത് മുസ്ലിം സമൂഹമാണ്. നമുക്ക് പിന്നെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഹോട്ടൽ ഫുഡാണല്ലോ നമ്മുടെ വീടുകളിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പറ്റൂ. അത് നേരെ മറിച്ച് ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ അത്ര ഉണ്ടാവില്ല, അല്ലേ? ഒരു സന്ധ്യ കഴിഞ്ഞ നേരത്തെ യാത്രയാണെങ്കിൽ ക്രൈസ്തവ സഹോദരൻ പറയും, വാ വീട്ടിൽ പോയിട്ട് നമുക്ക് കഞ്ഞി കുടിക്കാന്ന് പറയും. നമ്മുടെ പെണ്ണുങ്ങളുള്ള വാഹനമൊക്കെ ആണെങ്കിൽ യാത്രയൊക്കെ ആണെങ്കിൽ അവർ പറയും, കുറെ നാളെയൊക്കെ കുഴിമന്തി കഴിച്ചിട്ടുണ്ട്, അല്ലേ? ഏറ്റവും കൂടുതൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന സമൂഹം നമ്മുടേതാണ്. ഏറ്റവും കൂടുതൽ ആശുപത്രി കയറി ഇറങ്ങുന്ന സമൂഹവും നമ്മുടേത് തന്നെയാണ്. ഈ സമൂഹത്തിന്റെ വരുമാനം ധാരാളം കച്ചവട രംഗങ്ങളിലും മറ്റുമൊക്കെയായി ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത് നമ്മുടെ സംസ്കാരം അങ്ങനെ ആയതുകൊണ്ടാണ്, നമ്മുടെ രീതികൾ അങ്ങനെ ആയിപ്പോയതുകൊണ്ടാണ്. അത് ഞാൻ ആക്ഷേപിച്ച് പറഞ്ഞതല്ല. അതുകൊണ്ട് ഒരു ഇസ്ലാമികമായ സ്പർശനം അവരുടെ വിഭവങ്ങളിലും കച്ചവട രീതികളിലും ഉണ്ടാവണം. ഏതെങ്കിലും ഒരു ഹോട്ടലിൽ, എനിക്കറിയാവുന്നത് പെരുമ്പാവൂർ ടൗണിൽ ഏതൊരു അമുസ്ലിം സഹോദരൻ നടത്തുന്ന ഹോട്ടലാണെങ്കിലും ഹോട്ടലിന്റെ പേര് ബിസ്മില്ല എന്നായിരിക്കും. കാരണം ആ പേര് നോക്കിയിട്ട് അങ്ങോട്ട് കയറൂ. പേര് നോക്കിയിട്ട് ഹോട്ടൽ ഗണപതി എന്ന് വെച്ചാൽ അതിൽ കച്ചവടം കുറഞ്ഞിട്ടുണ്ട്. പഴയ കാലത്തെ ഒരു ഹോട്ടലിന്റെ കഥ ഒരാൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ഹോട്ടലിലെ ഉടമ മാറിയിട്ടില്ല, ഭക്ഷണം പാചകം ചെയ്യുന്ന അടുക്കള മാറിയിട്ടില്ല, നെയിം ബോർഡ് ഒന്ന് മാറി. നെയിം ബോർഡ് ഒരു മതചിഹ്നമായ പേരിനോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് അക്ഷരങ്ങളാണത് മാറ്റി ഒരു അറബി ഫോണ്ടില് ഒരു മുസ്ലിം പേരങ്ങ് വെച്ചതോടുകൂടെ ആരെ പിന്നെ നടത്തുന്നൊന്നുമല്ല, അവിടെ അടുപ്പിൽ തീ പുകയുന്നുണ്ടോന്ന് ആളുകൾ നോക്കുന്നുള്ളൂ. ആളുകൾ അങ്ങ് കയറും. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഈ സമൂഹം ഈ നാട്ടിൽ കൃത്യമായ സ്വാധീനം നടത്തിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞതെന്താ? ഒരാളുടെ പാപം പൊറുക്കാൻ ഭക്ഷണം കഴിച്ചാൽ മതി, കഴിക്കേണ്ട പോലെ കഴിക്കണമെന്നാൽ നമ്മൾ ചെയ്ത തെറ്റ് പൊറുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ മുന്നേ 2 കൈയും വായും കഴുകണം. ഭക്ഷണം കഴിക്കുമ്പോൾ ആഫിയത്തിന് നിയ്യത്ത് വെക്കണം. അള്ളാഹുവിനെ വഴിപ്പെടാനുള്ള ആഫിയത്ത് ഉണ്ടാവാൻ ഞാൻ ഭക്ഷണം കഴിക്കുന്നു. ഇബാദത്ത് വേണം. ഇബാദത്തായിട്ട് ഭക്ഷണം മാറാണ്. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു, മന്നക്കല ത്വആമ, ആരെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. എങ്ങനെ ഭക്ഷണം കഴിച്ചു? ഇസ്ലാം പറയുന്ന രൂപത്തിൽ ഭക്ഷണത്തിന്റെ അദബുകൾ പാലിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ച ശേഷം ഫഖാല, എന്നിട്ടവൻ അവന്റെ വയറ് നിറഞ്ഞതിന്റെ കൂടെ തന്നെ മനസ്സ് നിറഞ്ഞ് പറയുകയും ചെയ്തു, അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. ഈ
ദിക്റും കൂടി ചൊല്ലിയാൽ അള്ളാഹുവിന്റെ വലിയ കഴിവും ശക്തിയും കൊണ്ടാണ് എന്റെ വായയിലൂടെ അന്നനാളം വഴി ആമാശയത്തിലെത്തിയത്, എന്റെ ഉദരത്തിന്റെ വിശപ്പ് അടങ്ങിയത് അള്ളാന്റെ കഴിവ് കൊണ്ടാണെന്നുള്ള ഈ ദിക്ർ ചൊല്ലി ആ റബ്ബിന് സ്തുതി പറഞ്ഞാൽ, ഇങ്ങനെ ഒരാള് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവന്റെ പാപം പുറത്തുവെന്ന സയ്യിദുനാ റസൂലുള്ളാഹി, ഒന്നുറക്കെ പറഞ്ഞേ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഈ സംസ്കാരം നമുക്കുണ്ടോ എന്നുള്ളത് വേറെ കാര്യം, അത് വേറൊരു വഴി, അതിന് വേറെ പറയണം. പക്ഷേ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ ഈ സമൂഹം എവിടെയും എടുത്തു ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതങ്ങനെയാണ്. എനിക്കറിയാം ഒരു മഹല്ല് 2 പെരുന്നാൾ ദിവസം ആ മഹല്ലിൽ പായസം വെച്ചു കൊടുക്കാൻ ഒരു എമ്പ്രാന്തിരി ഒരു ഹൈന്ദവ സഹോദരൻ വന്നുകൊണ്ടാണ് ആ പള്ളിമുറ്റത്ത് പായസം വെച്ചു കൊടുക്കുക. എറണാകുളം ജില്ലയിൽ അങ്ങനെ ഒരു മഹല്ലുണ്ട്. അവിടെ ഒരു മുസ്ലിം വെച്ചാൽ പോരെ? അങ്ങനെയല്ല. ആളുകളുടെ മനസ്സിൽ ചില ഭക്ഷണം ഇന്ന ആള് വെക്കണമെന്നൊരു ചിത്രമുണ്ട്, ഒരു സങ്കല്പമുണ്ട്. അതിനോടൊരു തൃപ്തി തന്നെയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, വീട്ടിലെ ഊണ് എന്ന് പറഞ്ഞിട്ട് കാണാം, നാടൻ ഭക്ഷണം അല്ലെങ്കിൽ നാടൻ ചോറ്, ഇലയിലെ ചോറ്, ഇങ്ങനെയൊക്കെ കാണാം. ആളുകളുടെ മനസ്സിൽ ഇതിനൊക്കെ ഒരു സങ്കല്പമുണ്ട്. ആ സങ്കല്പമുള്ളോടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഹലാൽ. ഏതായാലും ഹലാൽ എന്ന് എഴുതി വെച്ച് നടത്തപ്പെടുന്ന കച്ചവടങ്ങൾക്കൊക്കെ ഇപ്പൊ നല്ല മൈലേജ് ആണെന്നാ കേട്ടത്. കാരണം ആളുകൾക്ക് നല്ലതും ചീത്തയും തിരിച്ചു കൊടുത്തവരോട് പ്രത്യേകം അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. ഹലാൽ എന്തുകൊണ്ടാണ് ഹലാൽ? ഇസ്ലാം ഹലാലിനെ പ്രതിനിധാനം ചെയ്യുന്നത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ 3 അടിസ്ഥാനത്തിലാണ്. 3 അടിസ്ഥാനത്തിൽ. ഒന്നാമത്തേത് ശറഅ് അനുസരിച്ച് തിന്നൽ അനുവദനീയമായ വസ്തു. മനുഷ്യനെ തിന്നുന്ന രാജ്യങ്ങളുണ്ട്, മനുഷ്യരുണ്ട്. ഗൂഗിൾ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും ഏതൊക്കെ രാജ്യങ്ങളിൽ മനുഷ്യ മാംസം ഭക്ഷണമായി കഴിക്കുന്നവരുണ്ട് എന്നൊക്കെ അറിയാൻ കഴിയും. ഇസ്ലാം ഒന്നാമത് പറയുന്നു, ഇസ്ലാം ഹലാലിനെ മാനദണ്ഡമാക്കിയിട്ടുള്ളത് 3 അടിസ്ഥാനത്തിലാണ്. ഒന്നാമത്തേത് ശറഅ് അനുസരിച്ച് തിന്നൽ അനുവദനീയമായ വസ്തു. ശറഅ് അനുസരിച്ച് തിന്നൽ അനുവദനീയമായ വസ്തു അതേ തിന്നാവൂ. രണ്ടാമത്തേത് അറുക്കേണ്ട ജീവിയാണ് എങ്കിൽ ഇസ്ലാം അംഗീകരിച്ച രീതിയിലുള്ള അറവ് നടന്നിരിക്കണം. അറുക്കേണ്ട ജീവിയാണെങ്കിൽ ഇസ്ലാം അനുവദിച്ച രീതിയിലുള്ള അറവ് നടന്നിരിക്കണം. ഹലാൽ എന്ന് ഇസ്ലാം മാനദണ്ഡമാക്കിയ 3ാമത്തെ കാര്യം നല്ല സമ്പാദ്യത്തിലൂടെയുള്ള ഭക്ഷണമായിരിക്കണം. ഇങ്ങനെ 3 കൃത്യമായി നിർവഹിക്കപ്പെടുന്നിടത്ത് ഒരാൾ ഹലാലായ ഭക്ഷണം തിന്നു പറയാം. 3ാമത് പറഞ്ഞ കാര്യം അതിപ്രധാനമാണ്. കൃത്യമായി അറുത്തതും ഇസ്ലാമിക ശറഅന് വിരുദ്ധമല്ലാത്ത ഭക്ഷണവും ഒക്കെയാണ്. പക്ഷെ പലിശപ്പണം വെച്ചിട്ടാണ് അവിടെ ഭക്ഷണം വാങ്ങുന്നതെങ്കിലും ആ ഭക്ഷണവും ഹലാലല്ല. ഇങ്ങനെ 3 നിബന്ധനകൾ അല്ലാഹുവിന്റെ ദീന് വെച്ചിട്ടുണ്ട്. ഈ 3 നിബന്ധനകളിലൂടെയും കൃത്യമായി സഞ്ചരിക്കുന്നോടത്താണ് ഒരു ഭക്ഷണത്തെ പൂർണ്ണമായും ഹലാൽ എന്ന് പറയാം. അപ്പൊ നമ്മുടെ നാട്ടിൽ ഹലാൽ എന്ന സ്റ്റിക്കറോ അത് കച്ചവടം മാത്രമാണ്, അത് കച്ചവടം മാത്രമാണ്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന മുസ്ലിം സമൂഹത്തെ അവരെ കച്ചവടത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്ക് എന്നല്ലാതെ അതിനപ്പുറമൊന്നുമില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം حرمت عليكم الميتة والدم ولحم الخنزير وما أهل لغير الله به والمنخنقة والموقوذة والمتردية والنطيحة وما أكل السبع إلا ما ذكيتم وما ذبح على النصب وأن تستقسموا بالأزلام ذلك فسق اليوم يئس الذين كفروا من دينكم فلا تخشوهم واخشون اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا فمن اضطر في مخمصة غير متجانف لإثم فإن الله غفور رحيم. سورة المائدة. 10 തരം സാധനങ്ങൾ തിന്നാൻ പാടില്ല എന്ന് ഇവിടെ പറഞ്ഞു.
10 തരം സാധനങ്ങൾ നമ്മൾ തിന്നാൻ പാടില്ല. ഹുർരിമത് അലൈക്കും, നിങ്ങൾക്ക് ഹറാമാക്കപ്പെട്ടിരിക്കുന്നു. അൽ മൈതതു, ശവം. ശവം തിന്നാൻ പാടില്ല. ശവം എന്നുള്ളോടത്ത് ചിന്തിക്കണം, അറവ് സഹീഹാവാത്തത് ശവമാണ്. അറവ് സഹീഹാവാത്തത് ശവമാണ്. ശവം തിന്നാൻ പാടില്ല. 1 ലക്ഷം രൂപയുടെ പോത്ത് ചത്തുപോയി, ശവമാണ്, 1 ലക്ഷം പോയി, അത് തിന്നാൻ പാടില്ല, ഹറാമായി പോയി. എന്നാ അതിനെ ഹലാലാക്കാനാണ് 200 രൂപ കൊടുത്ത് മുക്രിക്കാനെ കൊണ്ട് അർപ്പിക്കുക. 1 ലക്ഷത്തിന്റെ ചത്തുപോയ പോയി, അത് ഹലാലാക്കി കൊടുത്ത ആൾക്ക് 200 ഉള്ളൂ. ഇപ്പോഴും അവിടെ അപ്ഡേഷൻ നടന്നിട്ടില്ല. അങ്ങനെ പല വിഷയങ്ങളും ഉണ്ട്. ശവം ഹറാമാണ്. പിന്നെ പറഞ്ഞ ഖുർആൻ വദ്ദമു, രക്തം ഹറാമാണ്. തമിഴ്നാട്ടിൽ ചില ഹോട്ടലുകളിലുണ്ട് രക്തം കിട്ടും. രക്തം ഹറാമാണ്. ആരും അറിയില്ലല്ലോ, യാത്രകളിലും ടൂറുകളിലും ഒക്കെ അത് കഴിച്ച. രക്തം ഹറാമാണ്. പന്നിയിറച്ചി ഹറാമാണ്. 4ാമത് ഖുർആൻ പറഞ്ഞു, അല്ലാഹു അല്ലാത്തവരുടെ പേര് ചൊല്ലി അറുക്കപ്പെട്ടിട്ടുള്ളതായ ശിർക്കിന്റെ മന്ത്രം ഉച്ചരിച്ച് അറുക്കപ്പെട്ടത് ഹറാമാണ്. അതുപോലെ തന്നെ ശ്വാസം മുട്ടി ചത്തുപോയത് ഹറാമാണ്. തല്ലിക്കൊന്നത് ഹറാമാണ്. വീണ് ചത്തുപോയത് ഹറാമാണ്. കുത്തേറ്റ് ചത്ത് വീണത് ഹറാമാണ്. വന്യമൃഗങ്ങൾ തിന്നു. ജീവൻ പോകുന്നതിന് മുമ്പ് അതിനെ പിടിച്ച് ഹയാത്ത് മുസ്തഖറ ഉള്ളപ്പോ പിടിച്ച് അറുത്താൽ അത് ഹലാലാവാം. പക്ഷേ എന്നാലും വന്യജീവികൾ തിന്നുവെച്ച അവശിഷ്ടം അത് ഹറാമാണ്. പിന്നെ പറഞ്ഞു അതുപോലെ തന്നെ മുശ്രിക്കുകൾ ബിംബങ്ങളുടെ മുന്നിൽ അറുക്കപ്പെട്ടത്, മുശ്രിക്കുകൾ ബിംബങ്ങളുടെ മുന്നിൽ അറുത്ത അവരുടെ ആ നിലക്ക് നടത്തപ്പെട്ട വഴിപാട് ഭക്ഷണവും അതും ഹറാമാണ്. അങ്ങനെയൊക്കെ നടത്തപ്പെടുന്ന ബലിത്തറയിലെ ചില ബലിമൃഗങ്ങളുടെ മാംസവും ഒക്കെ കച്ചവടക്കാർ കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് വടക്കേ ഇന്ത്യയിലൊക്കെ നമ്മൾ അന്വേഷിച്ചാൽ അത്തരം സംഭവങ്ങൾക്കൊക്കെ ധാരാളം സ്ഥലങ്ങൾ സാക്ഷിയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ സുദീർഘമാക്കുന്നില്ല. ഈ രീതിയിൽ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ അള്ളാഹുവിന്റെ ഖുർആൻ ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അറുത്ത് കഴിക്കേണ്ട മൃഗങ്ങളിൽ പലതും, അതുപോലെ തന്നെ ഭക്ഷിക്കാൻ കഴിയുന്ന ജീവികളിൽ പലതും ഹറാമും ഹലാലും കൃത്യമായി ഇസ്ലാമിക കർമ്മശാസ്ത്രം നമ്മുടെ മുന്നിൽ വ്യക്തമാക്കി തരുന്നുണ്ട്. ഏതായാലും മനസ്സിലാക്കുക, ഹലാല് എന്നതിലേക്ക് ഇസ്ലാം വഴിവെക്കുന്ന 3 മാനദണ്ഡങ്ങളും പ്രാധാന്യമുള്ളത് തന്നെയാണ്. ഖുർആനും ഇസ്ലാമിക മറ്റു തത്വങ്ങളും തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് മുഴുവനും തിന്നാൻ പാടില്ലാത്തതും, അറുത്ത് ഭക്ഷിച്ച് കഴിക്കേണ്ട ജീവികളാണെങ്കിൽ ശറഅ് പറഞ്ഞതനുസരിച്ചുള്ള അറിവോടുകൂടെ ആ മൃഗങ്ങളെ കഴിക്കാം. അതല്ലാത്ത മൃഗങ്ങളെ ആ രീതിയിൽ അറുത്താൽ പോലും കഴിക്കാൻ പാടില്ല. പിന്നെ പറഞ്ഞിട്ടുള്ള കാര്യം, ഹലാലായ സമ്പാദ്യം കൊണ്ട് നമ്മൾ സംഘടിപ്പിക്കുന്ന ഭക്ഷണം. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ സൂറത്തുൽ ബഖറയുടെ 168ാമത്തെ ആയത്ത് പാരായണം ചെയ്തു ഒരു സ്വഹാബി. മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാണ്, ഇമാം ത്വബറാനി അവിടുത്തെ അൽ മുഅ്ജമുൽ ഔസത്തിലെ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്, യാ അയ്യുഹൻ നാസു കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബാ, ഭൂമിയിലുള്ള ഹലാലെ നിങ്ങൾ കഴിക്കാവൂ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. യാ അയ്യുഹന്നാസ് എന്ന പ്രയോഗം ഈ ആയത്തിലുള്ളത് മുസ്ലിങ്ങളെ മാത്രമല്ല വിളിച്ചത്, മുസ്ലിം അല്ലാത്തവനോടും കൂടിയിട്ടാണ് പറഞ്ഞത്. ഹലാലെ നിങ്ങൾ ഭൂമിയിൽ കഴിക്കാവൂ. ഈ പ്രഖ്യാപനം അങ്ങ് കേട്ടതോടുകൂടെ മറ്റൊരു സഹാബി തിരുവചനം പാരായണം ചെയ്യുന്നത് കേട്ടപ്പോൾ മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ യജ്അലനി മുസ്തജാബദ് ദഅവ, നബിയേ അങ്ങ് അല്ലാഹുവോട് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, ഞാൻ ദുആക്ക് ഉത്തരമുള്ള ഒരു വ്യക്തിത്വമാവാൻ. എപ്പോ അള്ളാഹുവിനോട് ദുആ ചെയ്താലും എന്റെ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകുമെന്നൊരവസ്ഥയിലേക്ക് എന്റെ വ്യക്തിത്വത്തെ ഉയർത്തി കിട്ടാൻ അങ്ങ് ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയ സ്വഹാബിക്ക് കൊടുത്ത മറുപടി, യാ സഅദ് അത്തിബ് മത്അമക തകും മുസ്തജാബദ് ദഅവ, നീ കഴിക്കുന്ന ഭക്ഷണം വൃത്തിയും ശുദ്ധിയും ഉണ്ടോ എന്ന് നീ ഉറപ്പുവരുത്തലാണ് നിന്റെ ദുആക്ക് ഉത്തരം കിട്ടാനുള്ള അവസ്ഥയിൽ നീ എത്തലെന്ന് മുഹമ്മദ് മുസ്തഫ
വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി ഇന്നൽ അബ്ദ ലയഖ്ദിഫുൽ ലഖമത്തൽ ഹറാമ ഫീ ജൗഫിഹി. സഅദേ, ഒരു അടിമാവന്റെ ഉള്ളിലേക്ക് ഹറാമായ ഭക്ഷണത്തിന്റെ ഒരു ഉരുള എത്തിച്ചാൽ മാ യുതഖബ്ബലു മിൻഹു അമലുൻ 40 യൗമ, 40 ദിവസത്തേക്ക് ഒരു ഉരുളയുടെ ഹറാം അകത്ത് ചെന്നതിന്റെ പേരിൽ അവന്റെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കൂല. വ അയ്യുമാ അബ്ദിൻ നബതൽ ലഹ്മുഹു മിനസ് സുഹതി, ഒരാളുടെ ശരീരത്തിൽ ഒരു കോശം വളർന്നത് ഹറാമ് തിന്നിട്ടാണ് എങ്കിൽ ഫന്നാറു ഔലാ ബിഹി, ആ ശരീരത്തിന്റെ മാംസകഷ്ണങ്ങൾ ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്നത് നരകത്തിന്റെ അഗ്നിയോടാണെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു വകതിരിവ് നമ്മുടെ സമൂഹത്തിൽ നൽകട്ടെ. നല്ലത് തിന്നാൻ എല്ലാവർക്കും അല്ലാഹു ഭാഗ്യം നൽകട്ടെ. നമ്മുടെ രാജ്യത്തും നമ്മുടെ നാടുകളിലുമുള്ള സൗഹാർദ്ദം അല്ലാഹു നിലനിർത്തി തരട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞത് നീ സ്വീകരിക്ക് തമ്പുരാനെ. ജീവിതത്തിൽ പകർത്താൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ നീ കബൂലാക്കണേ അല്ലാഹ്. തമ്പുരാനെ, പലർക്കും വേണ്ടി ദുആക്ക് വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. തമ്പുരാനെ, നാവിന് ക്യാൻസർ ബാധിച്ച 34 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അല്ലാഹ്, ആ സഹോദരന് ശിഫ കൊടുക്കണേ അല്ലാഹ്. തമ്പുരാനെ, 3 ചെറിയ മക്കളുള്ള ഒരു കുടുംബനാഥനാണ് അല്ലാഹ്. അല്ലാഹുവേ, യൗവനം നിലനിൽക്കുന്ന ഒരു കുടുംബിനിയുടെ ഭർത്താവാണ് അല്ലാഹ്. അല്ലാഹുവേ, നാട്ടുകാർക്ക് പ്രിയപ്പെട്ട ഒരു സഹോദരനാണ് അല്ലാഹ്. തമ്പുരാനെ, അത്ഭുതങ്ങൾ സംഭവിക്കുന്ന പല പ്രാർത്ഥനകളും ഉണ്ടല്ലോ അല്ലാഹ്. ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ അല്ലാഹ്. ആ സഹോദരന് നീ ശിഫ നൽകണേ അല്ലാഹ്. തമ്പുരാനെ, അദ്ദേഹത്തിന് നീ ശിഫ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ആ കൊച്ചുമക്കളെ പരിഗണിക്കണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, ആ കുടുംബത്തിന്റെ കണ്ണുനീര് കാണണേ അല്ലാഹ്. അല്ലാഹുവേ, ആ സഹോദരന് ശിഫ നൽകണേ തമ്പുരാനെ. സമൂഹത്തിൽ റബ്ബേ നീ സമാധാനം പുനഃസ്ഥാപിക്കണം തമ്പുരാനെ. നഷ്ടങ്ങൾക്ക് നീ പകരം നൽകണേ അല്ലാഹ്. ഖൈറ് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. തമ്പുരാനെ, ഒരു സഹോദരൻ സംഭാവന ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ. വിദേശത്തുള്ള അദ്ദേഹത്തിന്റെ മക്കളുടെ തൊഴിലിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ മകന്റെ വീട് പണി നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. ആ കുടുംബത്തിന്റെ വരുമാനത്തിൽ ഐശ്വര്യം നൽകണേ അല്ലാഹ്. ആ സഹോദരന്റെ മൺമറഞ്ഞ കാരണവന്മാരുടെ ഖബറത്തിൽ അതിന്റെ സവാബ് എത്തിക്കണേ അല്ലാഹ്. കുടുംബത്തിലുള്ളവർക്ക് ആരോഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ റബ്ബേ, ബഹുമാന്യനായ അബ്ദുൽ നാസിർ മഅദനി ഉസ്താദിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ആയുസ്സും ആരോഗ്യവും നൽകണേ അല്ലാഹ്. തമ്പുരാനെ, അദ്ദേഹം ജയിൽവാസത്തിലും മറ്റുമായി അനുഭവിച്ച വേദനകൾക്കും പ്രയാസങ്ങൾക്കും നീ ദുനിയാവിലും ആഖിറത്തിലും അദ്ദേഹത്തിന് നീ അതിനുള്ള അംഗീകാരവും പരലോകത്ത് ദറജയും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, ഒരു അമലാക്കണേ തമ്പുരാനെ. അദ്ദേഹത്തിന്റെ ആരോഗ്യം റബ്ബേ നീ സംരക്ഷിക്കണേ അല്ലാഹ്. ചികിത്സയിൽ ബറക്കത്ത് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞവർ, ഈ പള്ളിയുടെ ചുറ്റുമന്ത്യ വിശ്രമം കൊള്ളുന്നവർ എല്ലാവരുടെയും ഖബർ നീ സ്വർഗ്ഗതുല്യമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യവും ബറക്കത്തും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളുടെ പരീക്ഷകൾ നീ റാഹത്താക്കണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാഹ്. സ്നേഹിക്കുന്നവരെ സ്നേഹിക്കണേ അല്ലാഹ്. റബ്ബനാ റഹ്മുഹും കമാ റബ്ബൗനാ സഗാറാ. دعواهم فيها سبحانك اللهم وتحيتهم فيها السلام وآخر دعوانا أن الحمد لله رب العالمين.